അങ്ങനെ ഏകദേശം 1.5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോകണം കേട്ടോ. ഇപ്രാവശ്യത്തെ പോക്കിന് ചെറിയൊരു ടെൻഷനുണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഒരു 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 പ്രത്യേക തരത്തിലുള്ളൊരു ഇമോഷനാണ് ഇപ്രാവശ്യം എനിക്ക് നാട്ടിൽ പോകുമ്പോൾ. എന്നാണെങ്കിലും 3:40 എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ 12:10-12:15 ചെക്കിനും പരിപാടികളൊക്കെ കഴിഞ്ഞു നേരെ ലോഞ്ചിലേക്കാണ് പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയം ഉണ്ടോയെന്ന് അറിയില്ല, ലോഞ്ചിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ അധികം ഫോണൊന്നും യൂസ് ചെയ്തില്ല, കാരണം അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പിന്നെ വേഗം പോയി എനിക്ക് വേണ്ടി കുറച്ച് ഫുഡൊക്കെ എടുത്ത് മെല്ലെ ഞാനൊരു സൈഡിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫുഡൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം തന്നെ ഞാൻ ട്രൈ ചെയ്തു. പിന്നെ പോയി ഡെസേർട്ട് ഐറ്റംസൊക്കെ എടുത്തു. അങ്ങനെ അത്യാവശ്യം കുറച്ച് സമയം ലോഞ്ചിലൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ നേരെ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് പോയി കറങ്ങി കേട്ടോ ഇതിനിടയ്ക്ക്. ഇതെല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിന് ടൈമായി. ഇനിയിപ്പം നേരെ കയറി ചെന്നൊന്ന് ഉറങ്ങണം, അത്ര മാത്രമേ ഉള്ളൂ. പതിവ് പോലെ വിൻഡോ സീറ്റ് തന്നെ കിട്ടി. ടേക്ക് ഓഫിൻ്റെ ടൈമിൽ ദുബായ് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒന്നാമത് ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മെല്ലെ ഒന്ന് മയങ്ങി കേട്ടോ. പക്ഷേ എനിക്ക് കണ്ടിന്യൂസ് സ്ലീപ്പൊന്നും കിട്ടിയില്ല, കാരണം എനിക്കങ്ങനെ ഇരുന്നുറങ്ങാൻ ഇത്തിരി പാടാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും താഴെ നമ്മുടെ പച്ചപ്പും ഹരിതാപ്പും ഒക്കെ കണ്ടു തുടങ്ങി. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇപ്രാവശ്യം മുഖത്തറിയാണ്ട് ഒരു ചിരി വന്നു. ഇപ്രാവശ്യം പക്ഷേ ഞാൻ ഈ പച്ചപ്പും ഹരിതാവിനെക്കാട്ടും കൂടുതൽ അന്വേഷിച്ചത് പുഴകൾ എവിടെയായിരുന്നായിരുന്നു കേട്ടോ. കാരണം കലക്ക വെള്ളമാണോ എന്ന് എനിക്കറിയണം. ഒന്ന് വേറൊന്നുമല്ല, മഴയുണ്ടോ എന്ന് എനിക്കറിയണമായിരുന്നു. കാരണം മഴ എന്ന് പറയുന്നത് നമുക്ക് എന്നും ഒരു വീക്ക്നെസ് ആണല്ലോ. പക്ഷേ നോക്കിയിട്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ മനസ്സിലായി, കാരണം വെള്ളമൊക്കെ അത്യാവശ്യം തെളിഞ്ഞു തന്നെയായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ലാൻഡിങ് സമയത്ത് ഞാൻ വീണ്ടും പേടിച്ചു. ഇത് എപ്പോഴും ഉള്ളതാട്ടോ. എനിക്കറിയില്ല ഇത് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ആണോ എന്ന്, പക്ഷേ എനിക്കെപ്പോഴും ആ ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഒരു പേടിയാണ്. കാലിക്കറ്റ് എയർപോർട്ട് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി, പക്ഷേ വേല് കണ്ടപ്പോൾ അത്ര സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്രാവശ്യം പതിവിന് വിപരീതമായിട്ട് കാലിക്കറ്റ് എയർപോർട്ടിലും കലാപരിപാടികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ലഗേജിൻ്റെ അവിടെ എത്തി. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, എൻ്റെ ലഗേജും പെട്ടെന്ന് വന്നു. അങ്ങനെ ലഗേജൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക്.